ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. തുടർ നാടകം, 1-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ: ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു. മോളെ മോളെ ചിത്ര, എഴുന്നേക്ക്. നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്. എന്താ അമ്മ ഇത്? അവധിയായിട്ടും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങേ? മതി മതി, എഴുന്നേക്ക്. കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്. അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ. ഡേയ്, എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണ് കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ല്. അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. വേണമെങ്കിൽ അവരമ്മയെ കണ്ടോട്ടെ. അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും. ഈ പെണ്ണ് എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ. എന്താ കമല ഇത്? അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം. അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദേട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോൾ അവക്ക് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡി ആയാൽ എന്താ? എൻ്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ? പക്ഷേ അതിന് ഇന്ന് പെണ്ണ് കാണാൻ വരുന്നതല്ലേ? അവർ വരണമെങ്കിൽ 11 മണി കഴിയും. ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോൾ അവിടൊന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദേട്ടാ. പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണും. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാമല്ലോ. ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ? ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി നഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ. അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ് പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ. കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് വെച്ചാൽ. ഹലോ, ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നിർത്തുവോ? എന്തിന്? നീ ഉറങ്ങിക്കോ മോളെ. നിന്റെ അമ്മയ്ക്ക് എങ്ങനെ ഉറങ്ങാനാച്ചാ? നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ഉറങ്ങും? ആ, അത് ശരിയാ. പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്താ. കണക്കായി പോയി. എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി. എൻ്റെ ഉറക്കമോ കളഞ്ഞു. വേഗം ചായ താ. പല്ല് തേച്ചിട്ട് വാ, ചായയൊക്കെ റെഡിയാ. എൻ്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ച് വിട്ടോണ്ടല്ലേ ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം. ഛേ, വൃത്തികെട്ട പെണ്ണ്. കമലേ, ഓ, ദാ പടിക്കലൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ. അയ്യോ,
അവരെത്തിയോ? ആ, മണി 11 കഴിഞ്ഞല്ലോ. മോളെ ചിത്രേ, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം. അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ. ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് നിൽക്കണ്ടേ? എൻ്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവർ കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവന്മാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ. നമ്മളോട് ഏതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും നവോത്ഥാനവും ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി. അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്കെൻ്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓ, ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ, ബ്രോക്കർ സുര അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്. കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ ചിത്രക്കുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ? എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാൽ മാത്രം മതി. ചായ അല്ലല്ലോ മുഖ്യം, ചിത്രക്കുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിയിട്ട് ഒരു പൊട്ടും വച്ച്. അതെ, പിന്നിയിട്ട മുടിയിൽ 2 മുഴം പൂവൊക്കെ വെച്ച്, പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി, കാലിൻ്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ? ഉണ്ടാതിരിക്കടി. പോട്ടെ ചേച്ചി, ചിത്രക്കുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്രയൊന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കല്യാണാലോചന കൊണ്ടുവന്നോട്ടെ എന്നും ചോദിച്ച് അന്ന് സുരേങ്കള് വന്നപ്പോഴേ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോൾ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ദേ ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. മോള് പഞ്ചാംഗത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തിരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം ബുക്കൊന്ന് എടുത്തു വച്ചേക്ക്. ഞാനേ ഉമ്മറത്തേക്കൊന്ന് ചെല്ലട്ടെ. ശരി ശരി, സുര ചെന്നാട്ടെ. എടി ചിത്രേ, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്? ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ, എൻ്റെ അപേക്ഷയാണ്. തൽക്കാലത്തേക്ക് ഗ്രാൻഡ്. കമല, എന്തോ? അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ. അവരെവിടെ തിരക്കുന്നു. ദാ വന്നു. നമസ്കാരം. ഇതാണ് കമല, അതായത് എൻ്റെ വാമഭാഗം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യയാന്ന് തെളിച്ച് പറയണം. ഞാനിത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്. സോമൻ ചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല. ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു? മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയർ ആയപ്പോൾ നാട്ടിലൊരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോ ബാംഗ്ലൂരിൽ? ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിൻ്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ടിങ്ങനെ. ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ. അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ട് കൂടിയാ. ഓ, മീഡിയ ഫീൽഡ് അല്ലേ? അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോൾ മിണ്ടാം, അതല്ലേ നല്ലത്. ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. കമല ചേച്ചി, വൈകണ്ട, ചായ എടുത്തോളൂ. അല്ലേ ഗോവിന്ദേട്ടാ?
ശരി ശരി, ഞാൻ ചായ എടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ? എനിക്കവിടെ അത്ര പരിചയം പോരാ. ഞാൻ ജോലി ചെയ്തിരുന്നത് HAL-ലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതിൻ്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാണ്. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും. ഓ, കേട്ടിട്ടുണ്ട്. 100-300 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പായിരുന്നില്ലേ അതിൻ്റെ എഞ്ചിനീയർ? ആ, അത് തന്നെ. സായിപ്പിൻ്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ ആദ്യ ടീപ്പോയിലേക്ക് വച്ചേക്ക്. ചിത്രമോളെ, ദാ ഇതാണ് ചന്ദ്രു, ഇത് സോമൻ ചേട്ടൻ. നിങ്ങൾ ചായ എടുക്ക് മോളെ, അത് അതങ്ങ് എടുത്തു കൊടുക്ക്. ഒരു ജീപ്പിൻ്റെ ശബ്ദമാണല്ലോ. പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ. അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ. പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം തുടർ നാടകം 1-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ബ്രോക്കർ സുര AK സുജിത്ത്, സോമശേഖരൻ PM ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത.